നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം കൂടെ 10 മിനിറ്റിനുള്ളിൽ ഒതുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും അത് പല പാർട്ടുകളിലായിട്ട് പറയാം. എല്ലാം ഭാഗ്യം സിദ്ധിക്കുന്ന, ഭാഗ്യം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ. അത് ₹1 ചിലവ് പോലും ഇല്ലാത്ത ചില കുറുക്ക് വഴികൾ, ഭാഗ്യത്തിലേക്കുള്ള കുറുക്ക് വഴി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി പറയട്ടെ, ദയവായി പഴയ പ്രേക്ഷകർ ക്ഷമിക്കുക. ഒരു ഇൻട്രൊഡക്ഷൻ, ചെറിയ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഭാഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം ലഭിക്കുമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ സ്വയം പുകഴ്ത്തിയാണ്. ശരിയാണ്, സ്വയം പുകഴ്ത്തുന്നത് മര്യാദകേടാണ്, ഔചിത്യമില്ലാത്ത കാര്യമാണ്. ശരി, പക്ഷേ ഞാനിത് പറയാതെ നിങ്ങളങ്ങനെ മനസ്സിലാക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, ഞങ്ങളെന്ന് ഞാൻ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, നിരവധി പേരുണ്ട് എൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഭാഗ്യം ലഭിക്കും എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. സ്വയം പുകഴ്ത്തുന്ന വൃത്തികളാണ്, ശരി. പക്ഷേ ഞാൻ പറയാതെ നിങ്ങളങ്ങനെ മനസ്സിലാക്കും. മനസ്സിലാക്കിയവരുണ്ട്, അവരൊക്കെ നിരവധി നേട്ടങ്ങൾ നേടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, ചുറ്റിനും ശ്രദ്ധിക്കുക. ചുറ്റിനും എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നെങ്കിൽ ഉടനടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ്, നിങ്ങൾ ഒരു 2 മാസം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 2 മാസത്തിനുള്ളിൽ എന്നിട്ട് എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങൾ ഒക്കെ നിങ്ങൾക്ക് പണം മാത്രമല്ല, മറ്റ് പല രീതിയിലുള്ള നേട്ടങ്ങൾ. ഇപ്പോൾ ഒരു സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ മനുഷ്യർ തന്നെ പല രീതിയിലുണ്ട്. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് കിട്ടുന്നുണ്ടോ? അതുവഴി നിങ്ങൾക്ക് ഭാഗ്യം ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേടാൻ പറ്റുമോ? അതൊക്കെ നിങ്ങൾ നിരീക്ഷിക്കുക, വിലയിരുത്തുക. ഒരു 2 മാസത്തേക്ക് എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതെന്ന് പറഞ്ഞ് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും നമുക്ക് ഏകദേശം 299 രൂപയ്ക്ക് മാസം നമ്മൾ റീചാർജ് ചെയ്യണം. അതിനിടയിൽ ഒരു സബ്സ്ക്രിപ്ഷൻ യൂട്യൂബിൽ കൂടിയെന്ന് വിചാരിച്ചിട്ട് ₹1 പോലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ 64 വയസ്സുള്ള കിളവനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, വിലയിരുത്തുക. ശേഷം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടരണോ വേണ്ടതെന്ന് തീരുമാനിക്കുക. ഒരു സബ്സ്ക്രിപ്ഷൻ വെറുതെ കിടന്നും പറഞ്ഞ് അതിലും നഷ്ടം വരാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ പറയുന്നതെല്ലാം തന്നെ ഈ വീഡിയോകളിലെല്ലാം എൻ്റെ ചാനലിൽ ഇപ്പോൾ ഏതാണ്ട് 20-ലധികം വീഡിയോസ് വന്നു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ തന്നെയും നിങ്ങൾ കാണുക, എല്ലാ വീഡിയോസും കാണുക. ദിവസം ഒരെണ്ണം വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് വിഷയങ്ങളില്ലാത്തതുകൊണ്ടല്ല ഒരെണ്ണമായിട്ട് ചുരുക്കുന്ന, മറിച്ച് തുടക്കത്തിൽ പരമാവധി സബ്സ്ക്രിപ്ഷൻ നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 2000-ലധികം സബ്സ്ക്രിപ്ഷൻ വന്നു കഴിയും. അപ്പോൾ സംഭവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കുറേ കാര്യങ്ങളുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. ആദ്യം, നിങ്ങളുടെ ഭാഗ്യ നിറം ഏത്? ഭാഗ്യ നക്ഷത്രം ഏത്? ഭാഗ്യ ഡേറ്റുകളേത്? ഭാഗ്യ ദിവസങ്ങളേത്? ഭാഗ്യ നമ്പറുകളേത്? ഓക്കെ, അതുപോലെ തന്നെ ഏത് ദിവസം നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്തു തരാം. ഓക്കെ, എൻ്റെ വാട്സാപ്പ് നമ്പർ, ദയവേത് ഫോൺ വിളിക്കരുത്,
തിരക്കോട് തിരക്കാണ്. ഞാൻ ഏറ്റെടുത്തേക്കുന്നത് ഒന്നും രണ്ടും ഉത്തരവാദിത്തങ്ങളല്ല. ഈ ചെറിയ യൂട്യൂബ് ചാനലൊന്നും അല്ല എൻ്റെ പ്രധാന പരിപാടി, നിരവധി ഉണ്ട്. അത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് നിങ്ങൾ ഒരുപക്ഷം വരും കണ്ടു കാണത്തില്ല. എനിവേ, ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ഏകദേശം 20ഓളം വീഡിയോകൾ ഉണ്ട്. അതെല്ലാം തന്നെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ട് നമ്മളെ വിലയിരുത്തരുത്. നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്തെല്ലാം തന്നെ ഭാഗ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ എൻ്റെ 64 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പഠിച്ച, എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ കേൾക്കുക. ഈ വീഡിയോ മാത്രമല്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹോം പേജിൽ കയറി കഴിഞ്ഞാൽ എല്ലാ വീഡിയോകളും കാണാം. ദയവായി അതുമെല്ലാം കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരിക തന്നെ ചെയ്യും ഞാൻ. നിരവധി കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ തുടക്കം ഇടാം. നമുക്ക് ഈ ജീവികൾ, അതായത് ഭാഗ്യം കൊണ്ടുവരുന്ന ജീവികളെക്കുറിച്ച് നിരവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബിലുണ്ട്. ഓക്കെ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ പറയുന്നത് എല്ലാം തന്നെ എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, ഞാൻ ഒരു ഉപ്പൻ ഒരു ദിവസം വീട്ടിൽ വന്ന് കയറി, അകത്ത് കയറി, അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ യൂട്യൂബിലൊക്കെ ചറവറ വീഡിയോ ഉണ്ട്, അത് നോക്കി ഇതാ ഓന്ത് വന്ന ഭാഗ്യം അതൊക്കെ അങ്ങനെ പറയുകയല്ല. മറിച്ച് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രം ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജീവികളെന്ന് പറഞ്ഞാൽ വളർത്തുമൃഗങ്ങളുണ്ട്, അല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഭാഗ്യം കൊണ്ടുവരുന്ന ജീവികളാണ്. അതിൽ ആദ്യം ഇന്ന് പറയുന്നത് വളർത്തുമൃഗങ്ങൾ. ഇപ്പോൾ വീട്ടിൽ പൂച്ചയെ വളർത്താറുണ്ട്, പട്ടിയെ വളർത്താറുണ്ട്, പിന്നെ പ്രാവിനെ വളർത്താറുണ്ട്, മൈന, പിന്നെ ചെറിയ ലവ് ബേഡ്സ്, അങ്ങനെയൊക്കെ നിരവധി ജീവികളെ നമ്മൾ വളർത്തുമൃഗങ്ങളായിട്ട് വളർത്താറുണ്ട്. പശു, ആട്, എരുമ, പോത്ത്, ഇതെല്ലാം നമ്മൾ വളർത്താറുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് പട്ടി എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. എൻ്റെ അയൽവക്കത്തുള്ള ഒരു വീട്ടിൽ ഒരു പട്ടി ഉണ്ട്. ഏതാണ്ട് ജർമ്മൻ ഷെപ്പേഡോ അതുപോലെ ഏതാണ്ടൊരു വലിയ പട്ടിയാണ്. തടിച്ച് കൊഴുത്ത്, അതായത് യാതൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു സംഭവമാണ്. തടിയും ഇതൊക്കെ ഉണ്ട്, അസാമാന്യമായിട്ട് കുരയ്ക്കും, പക്ഷേ ഭയങ്കര പേടിത്തൊണ്ടനായിട്ടുള്ളൊരു പട്ടിയാണത്. ഓക്കെ, വലിയ പട്ടിയാണ്. ആരെങ്കിലും കള്ളന്മാരെ വന്നു ഓടി വീട്ടിൽ കയറും, എന്നെയൊക്കെ കണ്ട് അവൻ ജീവനും കൊണ്ടുപോടും. അപ്പോൾ അങ്ങനെയുള്ളൊരു പട്ടിയാണ്. ഈ പട്ടി വന്നതിന് ശേഷം ഓക്കെ, ഇപ്പോൾ അവർ ഏകദേശം 3-4 വർഷമായി ആ പട്ടി വളർത്താൻ തുടങ്ങി. അത് വന്ന സമയത്ത് വരുമ്പോൾ തന്നെ ഇച്ചിരി വലുതായിരുന്നു. ഈ പട്ടി വന്ന് കയറിയതിന് ശേഷം ആ വീട്ടിൽ ദുരിതങ്ങൾ ഒഴിയുന്നില്ലെന്നുള്ള സത്യം. അപ്പോൾ അങ്ങനെയുണ്ട്. അതായത് പൊതുവേ പറയും, ഇപ്പോൾ കറുത്ത പട്ടി ഭാഗ്യം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പൂച്ച, 3 നിറമുള്ള പൂച്ച ഭാഗ്യം കൊണ്ടുവരുന്നു എന്നൊക്കെ പൊതുവേ പറയും. അതൊക്കെ പൊതുവേ ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ പേഴ്സണലായിട്ട് ഒരു പട്ടിയുടെ ആ പട്ടി വന്ന് കയറിയതിനു ശേഷം അവിടെ ദുരിതങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. അതായത് എൻ്റെ അയൽപക്കത്തുള്ള ഒരു വീടാണ്. അവിടെ ഒരു സ്കൂൾ അധ്യാപികയാണ് വീട്ടമ്മ. ഈ പട്ടി വന്ന് കയറിയതിന് ശേഷം ഏകദേശം 1 വർഷത്തിനുള്ളിൽ അവർ ഏകദേശം 3-4 മാസം പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് അവർ ഹോസ്പിറ്റലിലായിരുന്നു. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലായിരുന്നു. പലതരത്തിലുള്ള ഓപ്പറേഷൻസ്, അതായത് മേജർ ഓപ്പറേഷൻസ് വേണ്ടി വന്നു അവർക്ക് രക്ഷപ്പെടാൻ. അതുമാത്രമല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2-3 മാസം അവർക്ക്
ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ, കാര്യമായ രീതിയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരെ വന്നു. ഞാനത് അവരുടെ ദുരിതങ്ങൾ കണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, ടീച്ചറെ ഈ പട്ടി കുഴപ്പമാണ്, അവൻ വന്ന് കയറിയതിന് ശേഷം ഇവിടെ ദുരിതങ്ങൾ മാത്രമാണ് വരുന്നത്, പക്ഷേ പട്ടി ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഈ പട്ടി വന്ന് കയറിയതിന് ശേഷം ഇവരുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് അസുഖബാധിതനായി തിരികെ വരേണ്ടി വന്നു. ഓക്കെ, ഇപ്പോഴും അദ്ദേഹം വീട്ട് ഭർത്താവാണ്, ജോലിക്ക് പോകാനുള്ള ആരോഗ്യമില്ല. ഈ പട്ടി വന്ന് കയറിയതിന് ശേഷമാണ്. ഞാൻ പലതവണ പറഞ്ഞു കൊടുക്കും, ഇപ്പം ഞാൻ മിണ്ടത്തില്ല. കാര്യം അവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആവർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഇവർ കുടുംബത്തോടെ അസുഖബാധിതരാവുകയാണ്. ഇടയ്ക്ക് വെച്ച് ഈ ടീച്ചറിൻ്റെ കൈ ഒടിഞ്ഞു. ഓക്കെ, ഇപ്പോൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് അവിടെ ഒരു മരണം സംഭവിച്ചു, അവരുടെ അമ്മായിയമ്മ മരിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പട്ടിയല്ല, പൂച്ചയല്ല, ആടല്ല, എരുമയല്ല, പശു ആയാലും നമ്മുടെ വീട്ടിൽ വരുന്ന മൃഗങ്ങൾ, ജീവികൾ, അത് എന്താണ് അവരുടെ സാന്നിധ്യം വന്നതിന് ശേഷം നമുക്ക് സംഭവിക്കുന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വിലയിരുത്തണം. അതിനനുസരിച്ച് നമ്മൾ തീരുമാനമെടുക്കണം. ഓക്കെ, ഇപ്പോൾ ദാ 11 മിനിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടി വരുന്നു. കുഴപ്പമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, പൊതുവിൽ പറയാം, വളർത്തുമൃഗങ്ങളെ വളർത്തിക്കോളൂ. അത് പൊതുവിൽ ഭാഗ്യം ഉള്ള എന്ന് യൂട്യൂബിലും മറ്റുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ വളർത്തിക്കോളൂ. പക്ഷേ അവ വന്നതിന് ശേഷം നമ്മൾ വിലയിരുത്തണം, ഇത് ഭാഗ്യം കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, നിർഭാഗ്യമാണോ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ തൽക്കാലം 12 മിനിറ്റ് ആയതുകൊണ്ട് മാത്രം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും നിരവധി വീഡിയോകൾ വരുന്നുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരെയും ഭാഗ്യം കൊണ്ട് പൂമൂടൽ നടത്താനാണ് ഭാഗ്യം ചാനൽ അവതരിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷാർത്ഥമെങ്കിലും ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയ പരിപാടിയുണ്ട്, അതും ചെയ്യുക. തൽക്കാലം 10 മിനിറ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിരവധി വിഷയങ്ങളുമായിട്ട് എനിക്ക് വീണ്ടും വരേണ്ടി വരും. തുടക്കത്തിലായതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോയിൽ ഒതുക്കുകയാണ്. തൽക്കാലം വിടവാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.